ഹായ് ഹലോ എല്ലാവർക്കും മൈഷേഴ്സ് ബുട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കീർത്തന ഫ്രം കണ്ണൂർ. അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ചെറുകുന്നാണ്. ചെറുകുന്ന് KSCB ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ ആണ് വരുന്നത്, രാമ മെമ്മോറിയൽ ബിൽഡിംഗ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു വിഷു കഴിഞ്ഞിട്ടും ഇന്നൊക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ. ഞാൻ വിചാരിച്ചു വിഷു വരെ മാത്രമേ ആൾക്കാർ ഉണ്ടാവുള്ളൂ. ദൂരം നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് കേട്ടോ. ഫസ്റ്റ് തന്നെ അതാണ് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഫ്രീ അല്ല കേട്ടോ. ഈ ഒരു വിഷു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്രീ അല്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് ദിവസം ഞങ്ങൾക്ക് ചെറുകുന്നമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. ചെറുകുന്നമ്പലം കണ്ണൂർക്കാർക്ക് ഫെമിലിയർ ആയിരിക്കും. അത്രയും കുറച്ച് നല്ല പ്രശസ്തമായ അമ്പലമാണ്. അപ്പൊ ചെറുകുന്നത്തമ്മയുടെ ആ ഒരു ഉത്സവം 7 ദിവസം വരെയുണ്ട്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിലേക്ക് കടക്കാം നമുക്ക്. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലിയറൻസ് സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത്ര അധികമൊന്നും ഇല്ല. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞൊരു ടൈമാണ്. കുറച്ച് പ്രൊഡക്റ്റ് ബാക്കിയുള്ളതൊക്കെ അങ്ങ് സെയിൽ ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് താഴ്ത്തിയിട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. അതായത് എനിക്ക് പറ്റുന്ന ഒരു രീതിയിൽ ഞാൻ നല്ലോണം താഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ 445 കൊടുത്ത ഒരു ഐറ്റം ആണ്. ഇത് 399 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് വിഷുവിന് തന്നെ ഞങ്ങൾ കുറച്ചൊക്കെ ഈ ഒരു 399 ഓഫറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 500 പീസ് നമ്മൾ അവൈലബിൾ ആക്കിയ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. ഇത് അത്രയും പീസ് ഇവിടുന്ന് ഇത് അതായത് സെയിലായി പോയി. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഐറ്റം മാത്രമേ ബാക്കി വരുന്നുള്ളൂ. അപ്പോൾ ഇത് 399 ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു പേർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. ഇന്നത്തെ ക്ലിയറൻസ് സെയിൽ 299 തൊട്ട് കുർത്തീസ് ഉണ്ട് കേട്ടോ. അടിപൊളി കുർത്തീസൊക്കെ ഞങ്ങൾ 299, അതായത് കുറച്ച് പീസ് മാത്രം ബാക്കി വരുന്ന എല്ലാ കുർത്തീസും ഞങ്ങൾ 299 399 ഒക്കെ കൊടുത്ത് ഒഴിവാക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പുതിയ കളക്ഷൻസ് ഷോപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഷോപ്പിൽ വെക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഇങ്ങനെ വരും. ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് പേർപ്പിൾ ആണ്. വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് പോയിട്ടുള്ളത്. ഇതാണ് നിങ്ങൾക്ക് 399 ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടാൻ പോകുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് പേർപ്പിൾ ആണ് കേട്ടോ. ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സൈസൊക്കെ ഞാനിപ്പം മെൻഷൻ ചെയ്യുന്നില്ല. സൈസ് ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് തന്നെ പിടിയില്ല. അപ്പോൾ സൈസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യും കേട്ടോ, ഏതൊക്കെ സൈസാണ് അവൈലബിൾ ഉള്ളത്. ഇനിയിപ്പോൾ ടൈമിൽ രാത്രിയായി, കാരണം ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിൽ പർച്ചേസിങ്ങിന് ആളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നന്നായിട്ട് ലേറ്റായി. അപ്പം ഇന്ന് ആളുണ്ടാവില്ല എന്നാണ് ഞങ്ങൾ കരുതിയത്. വിഷു കഴിഞ്ഞ് പിറ്റേന്നല്ലേ, പക്ഷെ നല്ല ആളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്രയും ലേറ്റ് ആയി പോയത്. അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ. പേർപ്പിൾ ആണ് വരുന്നത്. ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 399. ഇനി ഇതിന്റെ തന്നെ സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഈ ഒരു കളർ ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. നമ്മുടെ ഒരു ഞാവൽപ്പഴത്തിന്റെ ഡാർക്ക് ആ ഒരു ഞാവൽപ്പഴത്തിന്റെ നിറമാണ് വന്നിരിക്കുന്നത്. അതിൽ ഗ്രീൻ ഷെയ്ഡിലുള്ള ബീഡ്സ് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. ബീഡ്സ് വർക്ക് ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. എല്ലാ പീസൊന്നും ഓരോന്നൊക്കെ അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബീഡ്സ് വർക്ക് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അത് ആദ്യമേ ഞാൻ പറയാം. ബീഡ്സ് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ വർക്കിലല്ല, ഈ ബീഡ്സിന്റെ കളറിലൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഐറ്റമാണ്. ഷോപ്പിൽ നിന്ന് അത്രയും പോയൊരു ഐറ്റം ആയിരുന്നു. അത് മാത്രമല്ല ഓൺലൈനിലും. അപ്പോൾ 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഞാൻ സൈസ് മെൻഷൻ ചെയ്യാം കേട്ടോ. സ്ക്രീനിൽ ഇങ്ങനെ വരും. ഇനി തേർഡ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് മെറൂൺ ആണ് കേട്ടോ. ഇതിൽ ഗ്രീൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ നമ്മുടെ ബീഡ്സ് വർക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. യെല്ലോ ഗ്രീൻ അങ്ങനെയൊക്കെ മാറ്റം വരും കേട്ടോ. ഇങ്ങനെ വരും. ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത്. അടിപൊളി കളർ ഷെയ്ഡാണ്. അപ്പൊ എനിക്കിത് ക്ലിയറൻസ് സെയിൽ ചെയ്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥ വന്നതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം വീഡിയോ ചെയ്യണം നമുക്ക്. അപ്പോൾ കുറച്ച് പീസസ് ഒക്കെ ഉള്ളതൊക്കെ ഇവിടെ വെച്ചിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ കുറച്ച് പീസ് ഉള്ളതൊക്കെ ഞങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇത് 399 ഒക്കെ കൊടുക്കുന്നത്. ഇങ്ങനെ വരും. 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഒരുപാട് 9-10 കളർ ഷെയ്ഡിൽ ഉണ്ടായ ഐറ്റം ആയിരുന്നു. ഡാർക്ക് ഗ്രേ, അതിൽ ഒരു എന്താ പറയാ, ഒരു ബ്ലൂഷ് ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ യെല്ലോ ഷെയ്ഡിലുള്ള വർക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. എങ്ങനെ 399 അത്രയും വർത്താണ്, നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. 3/4 സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. സ്ലീവിൽ ലൈനിങ്ങിൽ ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ 1-2 പീസോ മാത്രം അവൈലബിൾ ഉള്ള ഐറ്റം ആണ്. അതുകൊണ്ടാണ് ഒഴിവാക്കുന്നത്. 399 ഓൾ ഇന്ത്യ ഫ്രീ. ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് 299 കുർത്തിയാണ് കേട്ടോ.
ചെക്കുർത്തിയാണ്. ഇതൊക്കെ ഓരോന്നിനും ഒരു പീസേ ഉള്ളൂ കേട്ടോ. 299 എന്ന് കരുതി നിങ്ങൾ പെട്ടെന്ന് അതായത് അടി കൂടരുത് ദയവ് ചെയ്തിട്ട്. കാരണം ഒന്നിൽ ഒരു സൈസിൽ ഒന്നേ അവൈലബിൾ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് നോക്കി പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ. ഒരൊറ്റൊന്ന് അവൈലബിൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഇതെല്ലാം ഡാമേജ് സെയിലിൻ്റെ ഒരു പ്രൈസ് റേഞ്ചാണ്. ഈ ഒരൊറ്റൊന്ന് മാത്രം അവൈലബിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരിക. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. അതുപോലെ ഇത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഗ്രീൻ ബ്ലൂഷ് ഗ്രീൻ അല്ലേ, ബ്ലൂഷ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. 299 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. ഇതിനൊക്കെ സൈസ് ഏതൊക്കെ സൈസാണ് അവൈലബിൾ എന്നുള്ളത് അറിയത്തില്ല, ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ സ്ക്രീനിൽ. എല്ലാത്തിൻ്റെയും ഒരു പീസ് മാത്രമേ ഉള്ളൂ. അത് ആദ്യമേ പറയാം. 299 കേട്ടിട്ട് അടി കൂടരുത്. എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് കേട്ടോ. അതാണ് അത്രയും പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റി കുറവുള്ളതാണ് പെട്ടെന്ന് സെയിൽ ചെയ്ത് മാറ്റുന്നത് കേട്ടോ. നെക്സ്റ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇങ്ങനെ വരും. നല്ലൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരും. അപ്പോൾ ഇത് ബാക്ക് പോർഷൻ്റെ ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞല്ലോ സൈസ് ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും സ്ക്രീനിൽ. ഏതൊക്കെ സൈസാണ് അവൈലബിൾ എന്ന് അറിയത്തില്ല. ലേറ്റ് ആയതുകൊണ്ടാണ് ഒന്നാമത്. ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിൽ പർച്ചേസിങ്ങിന് ആളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ലേറ്റായി. ഇങ്ങനെ വരും. സ്ലീവ് ഇങ്ങനെ വരും. 299 ആണ്. അത്രയും വർത്താണ്. ഞാൻ ഒന്നുകൂടി പറയാം. സാധാരണ 299 കുർത്തീസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വിത്ത് ലൈനിങ് ഒക്കെ ആണെങ്കിൽ നല്ല റഷ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡാമേജ് സെയിലിനും നല്ല റഷാണ്. അപ്പോൾ ഒരു പീസൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു റേറ്റിൽ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. അപ്പോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതാണ്. ഇങ്ങനെയാണ് വരിക. 299 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരുപാട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആക്കിയ ഒരു ഐറ്റം ആയിരുന്നു ഇത്. ഈ ഒരു ഗ്രീനിൽ ബ്ലാക്ക് അജ്രക് പാച്ച് വരുന്ന നല്ലൊരു റൗണ്ട് നെക്കിലുള്ള ഐറ്റം. ഇത് ഒരുപാട് കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരും. ഇത് മീഡിയം ടു XXL വരെ അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ വരും. വിത്ത് ലൈനിങ്ങോട് കൂടിയാണ്. ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. പോർഷൻ ഇങ്ങനെ വരും. ഇതാണ് അതിന്റെ തന്നെ വേറൊരു പാച്ച് കേട്ടോ. ഇതൊരു പാച്ചാണ്. പിന്നെ അതിന്റെ തന്നെ വേറൊരു പാച്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ ഗ്രീൻ. അതിൽ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഈ ഒരു പാച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇതും 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. അത്രയും വർത്താണ്, മിസ് ചെയ്യണ്ട. ഇങ്ങനെ വരും. ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത് കേട്ടോ. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ഇതും മീഡിയം ടു XXL വരെയുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രീനിൽ തന്നെ 2 പ്രൊഡക്റ്റ് ആണുള്ളത്. പിന്നെ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് വീണ്ടും 299 പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതാണ് റയോൺ ഫാബ്രിക്കിൽ, റിങ്കിൾ റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ്. അത് അനാർക്കലി ടൈപ്പാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. ഡ്രസ് കുർത്തിയാണ്. ഇതൊക്കെ മുമ്പേ നമ്മൾ ചെയ്തതാണ് കേട്ടോ. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ഇതിൻ്റെയും സൈസ് ഏതൊക്കെ അവൈലബിൾ എന്നുള്ളത് മെൻഷൻ ചെയ്യുക കേട്ടോ. എനിക്ക് അറിയുന്നില്ല, ചിലതൊക്കെ കുറച്ച് സൈസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡാണ്. റിങ്കിൾ റയോൺ ആണ്. നമ്മളെ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ഫ്രണ്ട് ഇങ്ങനെ വരും. ഇപ്പം ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്തു പോകുന്നത്. കളർ വേരിയേഷൻ ഉണ്ടോ? റെഡ് ആയിരിക്കും അല്ലെ കാണുന്നത്. റെഡ് ആയിട്ട്, മെറൂൺ എപ്പോഴും റെഡ് ആയിട്ടാണ് കാണുക. എക്സാക്ട് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. കളർ വേരിയേഷൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ തന്നെ പോർട്രേറ്റ് ആണ് വീഡിയോ എടുക്കുന്നത്. കളർ വേരിയേഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. അപ്പോൾ അടിപൊളിയാണ്.
ഈ ഒരു വിഷു കഴിഞ്ഞപാട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷു കഴിഞ്ഞപാട് ക്ലിയറൻസ് സെയിൽ വെക്കാമെന്ന്. കാരണം എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതെല്ലാം ഒരു 2-3 പാർട്ടായിട്ട് കൊടുത്തിട്ട് ഒഴിവാക്കാം. പിന്നെ ന്യൂ പ്രൊഡക്റ്റ് പിന്നെയും നമുക്ക് പിന്നെയും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതുകൊണ്ടാണ്. ഒന്നാമത് ചെറിയ ഷോപ്പാണ്, അത്ര വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഷോപ്പ് എടുക്കണം എന്നുണ്ട്, പക്ഷേ പല സാഹചര്യങ്ങളും കൊണ്ട് ഇപ്പം പറ്റുന്നൊരവസ്ഥയല്ല. അപ്പോൾ ഇതും 299 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് കളക്ഷനിൽ പെടുന്നതാണ്. ഇത് 399 ആണ് കൊടുക്കുന്നത് കേട്ടോ. വൈറ്റിൽ റെഡ് ഡോട്ട് വരുന്നത്, ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ഗൗണാണ് വന്നിരിക്കുന്നത്. ഈ ഒരു നമ്മുടെ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലായിട്ട് ഈ ഒരു എലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരും. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ഇത് 399 ആണ് കൊടുക്കുന്നത് കേട്ടോ. ഫുൾ ഗൗണാണ് വന്നിരിക്കുന്നത്. ലെങ്ത് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. അതുപോലെ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വൈറ്റിൽ ഇങ്ങനെ ഒരു കണ്ടോ. ഇതിൻ്റെയൊക്കെ സൈസ് മെൻഷൻ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. ഇതൊക്കെ ഒരു പീസ് എങ്ങാനേ ഉള്ളൂ കേട്ടോ. മീഡിയം ലാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പീസൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരും. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ഇതൊക്കെ 399 ആണ് കേട്ടോ. 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. കിട്ടത്തില്ല, ഫുൾ ഗൗൺ ആണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു സൈസ് ഒരു പീസ് അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് ആണ്. ഇതാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ റെഡിൽ വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ. പഫ് സ്ലീവ് ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വന്നിരിക്കും. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ഞാൻ കാണിക്കാം. ഇങ്ങനെ വരും. നല്ലൊരു എന്താ പറയുക, നമ്മുടെ ഡെൽറ്റ ജോർജറ്റ് ഫാബ്രിക്കില്ലേ അതിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഡെൽറ്റ ജോർജറ്റ് ഫാബ്രിക്കിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. അതും അംബ്രല്ല കട്ട് ഗൗണാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ. ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് കേട്ടോ. അധികം പറഞ്ഞിട്ടൊന്നും പോകാത്ത. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് റെഡിൽ വൈറ്റ് ഡോട്ട് ഷെയ്ഡ്. ഇതും ഒരു പീസേ ഉള്ളൂ തോന്നുന്നു അല്ല, ഒറ്റ പീസ് ഇങ്ങനെ വരും. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നമ്മൾ ഹോൾസെയിൽ റേറ്റിലും താഴെയാണ് കൊടുക്കുന്നത്. ഒന്നാമത് ഫ്രീ ഷിപ്പിംഗ് വരുമ്പോൾ നമുക്ക് പിന്നെയും 40 to 50 rupees ഒക്കെ നമുക്ക് കട്ടായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോൾസെയിൽ റേറ്റിൽ താഴെയായിട്ടാണ് ഈ പ്രോഡക്റ്റ് ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇതൊക്കെ വെച്ച് നിന്നിട്ട് ഒരു പീസൊക്കെ ഉള്ളത് കാര്യമില്ല. ഇങ്ങനെ വരും. കാരണം ചെറിയ പ്രോഫിറ്റ് അല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ നമുക്കൊരു പ്രോഫിറ്റിലൊരു ഇത് വരുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വരും. 399. നെക്സ്റ്റ് നമ്മുടെ 3-piece സെറ്റാണ്. 3-piece സെറ്റിൽ 3 കളർ ഷെയ്ഡ്സ് ആണ്. അതായത് നമ്മുടെ ഒരു ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസയിൽ വരുന്ന 3-piece സെറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നായിട്ട് നോക്കാം. അപ്പം നെക്സ്റ്റ് വൺ ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. ഇതാണ് കേട്ടോ. ഇതിൽ ഒരുപാട് കളർ, ഏകദേശം 7 കളർ ഷെയ്ഡോളം ഞാൻ ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാവൻഡർ ആണ്, സോഫ്റ്റ് ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത്. ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത്. XXL സൈസിൽ മാത്രം അവൈലബിൾ ആക്കി ആയിട്ടുമായിരുന്നു. ഇതിലിപ്പോൾ 3 കളർ ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വരും. താഴെ നോക്കി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ വരും. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. സ്ലീവിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടോ. പ്രൈസ്, ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 799 ആണ് കേട്ടോ. 799 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത്. ബോട്ടം വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയാണ് എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വൈഡ് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടിട്ട് ഒരുപാട് വലിയ നെക്കാണ് തെറ്റിദ്ധരിക്കരുത്. XXL ആയതുകൊണ്ടാണ്. XXLകാർക്ക് ഇത് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും. നല്ല വൈഡായിട്ട് നെക്ക് ആഗ്രഹിക്കുന്നവർക്ക്. പിന്നെ നെക്കിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുന്നതാണെങ്കിൽ ഇവിടുന്ന് തൊട്ട് ഇത്ര വരെയുള്ള മെഷർമെന്റ് ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്തോളൂ. പക്ഷെ ഇത് ഇവിടുന്ന് സെയിലായി പോയിട്ടുണ്ട് കേട്ടോ കുറെ. ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ടസൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് സ്കാലപ്പ് വിത്ത് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല വീതി അതുപോലെ തന്നെ നല്ല ലെങ്ത് ഉള്ളൊരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ്. ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഇതാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയുള്ള ഈ ഒരു
ബോട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ സ്ലീവ് അല്ല, ഇങ്ങനെ ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വരും കണ്ടോ, അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ കാണാൻ. ഇങ്ങനെ വരും. 799 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. സെക്കൻഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പീച്ചാണ്, നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനത്തെ കുറേ കളർ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു, 9ഓളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എത്രയാണ്? ഇങ്ങനെ വരും. ഞാൻ പരമാവധി 3 പീസ് സെറ്റൊക്കെ ഒഴിവാക്കി ഞങ്ങളുടേതായ 3 പീസ് സെറ്റൊക്കെ ഇനി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, ബഡ്ജറ്റ് ബൈ റേഞ്ചിലുള്ളത്. അതാണ് പരമാവധി ഞാൻ ഒഴിവാക്കാൻ നോക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത്. ഓക്കെ, ദുപ്പട്ട എന്തൊരു ഭംഗിയാണെന്ന്, ഇത്രയും നല്ല അടിപൊളി ദുപ്പട്ടയാണ്. 799 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഫുൾ സ്റ്റോൺ വർക്കാണ് വരുന്നത് കേട്ടോ. സ്റ്റിക്കർ വർക്കല്ല, സ്റ്റോൺ വർക്കാണ് വരുന്നത്. അതുപോലെ ഇവിടെ ത്രെഡ് വർക്ക് കൂടി പോയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ റൗണ്ട് നെക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗി, വൈഡ് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഒരുപാട് വൈഡാണെന്നുള്ളത്. അപ്പോൾ കംഫർട്ടബിൾ ആയാലും മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. നല്ല വൈഡാണ്, അത്യാവശ്യം വൈഡ് നെക്കാണ് വരുന്നത്. ഇതിപ്പോൾ എനിക്കിപ്പോൾ ഇത് വെയർ ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല, XXL ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തൊട്ട് ഷോൾഡർ തൊട്ട് ഇത്ര വരെയുള്ള ലെങ്ത് എത്രയാണെന്ന് നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. അത് കംഫർട്ടബിൾ ആയവരെ. ഇപ്പം എനിക്കൊക്കെ വയറിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞാനൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഞാനൊക്കെ പിന്നെ ഇടാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ വരും. അപ്പം 799 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പം നെക്സ്റ്റ് കളർ ഷെയ്ഡ്, ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് എന്താ പറയുക ഗ്രേഷ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വരും, ഇങ്ങനെ വരും കേട്ടോ. ഇതാണ് തിരിച്ചല്ല, ഇങ്ങനെയാണ്, ഇതാണ് ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇതും നല്ല അടിപൊളി കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതൊന്നും നമ്മൾ വാഷ് ചെയ്താലൊന്നും ആവാത്ത സോഫ്റ്റ് ഓർഗൻസ ഐറ്റമാണ്. അതുപോലെ 799 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വന്നാലും കിട്ടത്തില്ല, അത്രയും അടിപൊളി കളക്ഷനാണ്. അതായത് നമ്മുടെ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് പാൻറ് വന്നിരിക്കുന്നത്. ഇലാസ്റ്റിക് സ്ലീവ് ഇലാസ്റ്റിക്കോട് കൂടി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക. എല്ലാം ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ വരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നതാണ് കേട്ടോ. വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാവത്തില്ല. അപ്പോൾ പരമാവധി നോക്കിയിട്ട് തന്നെ പറ്റും. കാരണം XXL ആർക്കുള്ള ആ ഒരു നെഞ്ച് വീതിയൊക്കെ വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇപ്പം ഞാനിപ്പം സ്മോളുള്ള ഞാനിതിങ്ങനെ ഇട്ട് നോക്കുമ്പോൾ ഇതിങ്ങനെ താഴെയുള്ളതായിട്ട് തോന്നുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന്, ഞാൻ ഇപ്പോഴേ പറയാം, ഈ ഒരു ലെങ്ത്ത് നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതും കൂടി നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക കേട്ടോ. കംഫർട്ടബിൾ ആയവർ മാത്രം പർച്ചേസ് ചെയ്യുക. നല്ല വൈഡിനൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, അല്ലാത്തവർ നോക്കണ്ട കേട്ടോ. 799 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. അടിപൊളി കളക്ഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് XXL സൈസാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു ക്ലിയറൻസ് സെയിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ വിലക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് എല്ലായ്പ്പോഴൊന്നും ഈ ഒരു റേറ്റിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ. 299 ഈ ഒരു കുർത്തീസൊക്കെ കൊണ്ടുവരാന്ന് പറയുന്നത് ഭയങ്കര നഷ്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം, അതായത് കിട്ടുന്ന അവസരം, ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും തന്നെ ഞാൻ പറയാറുണ്ട്, ഡാമേജ് സെയിൽ നടത്തുമ്പോൾ പോലും 299 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വിഷു കഴിഞ്ഞ പാടന്നെയുള്ളൊരു ദിവസമല്ലേ, അപ്പോൾ പരമാവധി വില കുറച്ചിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത്, പിന്നെ കമന്റ് സെക്ഷനിലെ വിന്നർ കേട്ടോ. കമന്റ് സെക്ഷനിലെ വിന്നർ ആയിരിക്കുന്നത്, അപ്പൊ നമ്മുടെ കമന്റ് സെക്ഷൻ വിന്നർ ആയിരിക്കുന്നത് രേഷ്മ ബാബു 976 ആണ് കേട്ടോ. രേഷ്മ ബാബു 976 ആണ്. അപ്പൊ അവര് ചെയ്ത കമന്റ് എനിക്ക് തോന്നുന്നു ഇപ്പൊ അവര് കണ്ടപ്പോ തൊട്ട് ഇങ്ങോട്ടേക്ക് ഏകദേശം എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, എത്ര വില താഴ്ത്തി കൊടുക്കാൻ പറ്റുമോ അത്രയും വില താഴ്ത്തിയാണ് ഓരോ ദിവസവും ഈ ചാനൽ ഞങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ചു പേരേ ഉള്ളൂ, അതിലൊരാളാണ് ഈ ചാനലിന്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ചു പേരേ ഉള്ളൂ, അതിലൊരാളാണ് ഈ ചാനലിന്. അതായത് എന്നെ മാത്രം
പുകഴ്ത്തിയിട്ടല്ല പറഞ്ഞത്, ഒറിജിനലായിട്ട് അതായത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കുറെ പേര് വില താഴ്ത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു ചാനലാണെന്ന്, അതായത് എന്നെ ഒരുപാട് പൊക്കിയിട്ടുമല്ല പറഞ്ഞത്, ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഒരു രേഷ്മ ബാബു 976 എന്ന് പറഞ്ഞ കുട്ടിക്കാണ് കേട്ടോ ഇത്തവണത്തെ നമ്മുടെ കമന്റ് സെക്ഷൻ വിന്നർ ആയിരിക്കുന്നത്. അപ്പൊ ഇന്ന് കാണിച്ച കുർത്തികളിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ നമ്പറായ 8891904900 അയച്ചു തരിക കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അറിയാതെ കോൺടാക്ട് നമ്പർ തന്നെ വാട്സപ്പിലേക്കും കൊടുത്തുപോയി, വാട്സപ്പിന്റെ മെസ്സേജ് ചെയ്യുന്ന നമ്പർ എന്നുള്ള രീതിക്ക് കൊടുത്തുപോയി. പറ്റിപ്പോയതാണ്, അത്രയും തിരക്കായിരുന്നു. അതുകൊണ്ടാണ് അതിൽ തന്നെ കുറെ പേര് മെസ്സേജ് വന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചുവിടുകയാണ് ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ നമ്പർ എന്ന് പറയുന്നത് 8891904900 ആണ്. ഞങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ. പിന്നെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8592881867 ആണ് കേട്ടോ. അപ്പൊ അത് രണ്ടും ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ പിന്നെ നമ്മുടെ അപ്പൊ പറഞ്ഞാല് ഇന്ന് നമ്മൾ റിട്ടേൺ ഇല്ല കേട്ടോ, അത് പറയാം. നമ്മൾ ഈ ഡാമേജ് സെയിലിനും അതുപോലെ ക്ലിയറൻസ് സെയിലിനൊന്നും റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ പറയാനുള്ളത് സൈസ് ഇഷ്യൂസ് ഒന്നും തിരിച്ചെടുക്കുന്നതല്ല കേട്ടോ, അതും കൂടിയുണ്ട്. അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സൈസ് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടാതെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരികയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ കമന്റ് സെക്ഷൻ പിന്നെ എന്താ പറയാ, നമ്മൾ കൺഗ്രാറ്റ്സ്. പിന്നെ അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്.